റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസ പ്രിയപ്പെട്ട നബിയുടെ ഭവനത്തിൽ പൊതുദർശനത്തിനായി കിടത്തിയിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന വിശ്വാസി സമൂഹം വ്യത്യസ്തമായ രീതിയിലാണ് ആ റസൂലിൻ്റെ വഫാത്തിനോട് പ്രതികരിക്കുന്നത്. ചിലരെങ്കിലും ചിന്തിച്ചുപോയി, ഇനി എന്ത് ഇസ്ലാം, ഇനിയില്ല, മുഹമ്മദ് നബിയിലൂടെ തുടക്കം കുറിച്ചൊരു മതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത് അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ഇനി ഇതിന് ഭാവിയില്ല, ഇനി നമുക്ക് പഴയതുപോലെ മടങ്ങിപ്പോകാം എന്ന് ചിന്തിക്കുകയും ചെയ്ത വലിയൊരു സംഘം ആൾക്കാർ അന്ന് ജനസമൂഹത്തിനിടയിലുണ്ടായിരുന്നു. അങ്ങനെ നബിയുടെ മരണം അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിൻ്റെ ഭാവി എന്താകും എന്ന് ആശങ്കപ്പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ചിന്തകളിലൂടെയാണ് വിശ്വാസി സമൂഹം ചില്ലറ ദിവസങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അതിനിടയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. പൊതുവിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെ മാനസികാവസ്ഥയും മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ മാനസികാവസ്ഥയും മനസ്സിലാക്കിയിട്ട് റസൂലിൻ്റെ ജനാസയുടെ സമക്ഷത്തിലേക്ക് ചെന്നു. ആ റസൂലിൻ്റെ ജനാസയിൽ ചുംബനമർപ്പിച്ച് പ്രവാചകന്റെ ജനാസയുടെ അടുക്കൽ നിന്ന് വീട്ടിൻ്റെ പുറത്തേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റാരെക്കാളും തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിരിക്കുമ്പോഴും ഈ പ്രവാചകനെ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തി ഉണ്ടാവില്ല, റസൂൽ അത്രമേൽ സ്നേഹിച്ചൊരു ഇൻഡിവിജ്വൽ വ്യക്തിയും അബൂബക്കറിന് മുകളിൽ ഉണ്ടാവില്ല. അത്രത്തോളം പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടുപേർ. ആ റസൂലിന്റെ വിയോഗത്തിന് മുമ്പിൽ മറ്റെല്ലാവരും പതറിപ്പോയപ്പോഴും പതറിപ്പോവാതെ ആടിപ്പോവാതെ ആദർശത്തോടെ നിലപാടുറപ്പിച്ചു പറയാൻ വേണ്ടി പുറത്തിറങ്ങി വന്നൊരു മനുഷ്യന്റെ മനോധൈര്യം എന്നുള്ളത് അത് ഈമാനികമായൊരു മനോധൈര്യമാണ്. എൻ്റെ ഉമ്മത്തിൽ മുഴുവൻ ആൾക്കാരുടെയും ഈമാൻ കെട്ടപിടിക്കാവുന്നൊരു വിശ്വാസം ഉണ്ട് അബൂബക്കറിന്റെ ഹൃദയത്തിലെന്ന റസൂൽ ഒരിക്കൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തു വരാൻ ആ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണീരണിഞ്ഞ കബളുമായിട്ട് പുറത്തിറങ്ങിയ ആ മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് നബിയെ ആരാധിച്ചവരുണ്ടെങ്കിൽ ഇതാ വ്യക്തമാണ് കാര്യങ്ങൾ, മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി മരണപ്പെട്ടു, അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓഹരിയില്ല, ഇവിടെ നിങ്ങൾക്ക് നിന്നിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ ആരാധിച്ചത് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിനെയാണ് എങ്കിൽ അവന് മരണമില്ല, അവൻ നിത്യമായി നിലകൊള്ളുന്നവനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ആലി ഇംറാനിൽ ഒരു ആയത്ത് കൂടി ഓതി വെച്ചു. ഈ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. ഉഹുദ് യുദ്ധത്തിനിടയിൽ റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു എന്ന് ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ അതുവരെ വിശ്വാസികൾ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ഈമാനികമായ ധൈര്യം, ഒരു സ്ഥൈര്യം അത് നഷ്ടപ്പെട്ടു പോയി. വീര്യം ചോർന്നു പോയ ശഹാബാക്കൾ ചിതറി ഓടാൻ തുടങ്ങി. ആ ചിതറി ഓട്ടമാണ് വിശ്വാസികൾക്ക് അന്ന് ഏറ്റവും കൂടുതൽ നഷ്ടത്തിന് കാരണമായി തീർന്നു. 70ഓളം ശഹാബാക്കൾ രക്തസാക്ഷിയാവുകയും മുഹദിൽ മുസ്ലിമുകൾക്ക് പരാജയമറ്റതിൻ്റെയും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് മലമുകളിൽ നിന്ന് അമ്പെയ്ത്തുകാർ താഴെ വന്നതും രണ്ടാമത് നബിയുടെ മരണം കേട്ടപ്പോൾ തന്നെ പിന്തിരിഞ്ഞോടുകയും ചെയ്തപ്പോഴാണ്. തിരിഞ്ഞോടിയപ്പോൾ ഒറ്റപ്പെട്ടു പോയവർ കൊല്ലപ്പെട്ടു, ഓടിയവരെ പിറകിൽ നിന്ന് മുതുകിൽ വെട്ടാനും അവരെ കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് ഇത്രയും വലിയ നഷ്ടം മുഹദിൽ ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ മുഹമ്മദ് നബി കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത്? നിങ്ങൾ ഇന്ന് വരെ സ്വയത്തമാക്കിയ ഒരു ആദർശമില്ലേ, ആശയമില്ലേ, വിശ്വാസമില്ലേ, നിലപാടുകളില്ലേ, അതിനൊന്നും ഒരു വിലയുമില്ലേ എന്ന് അതാ ഖുർആന്റെ വിമർശനം. ഈ ആയത്തെടുത്ത് അവിടെ വെക്കുന്നുണ്ട്. ശഹാബാക്കൾ അത്ഭുതത്തോടെയാണ് ഇപ്പോൾ ഈ നിമിഷം നബിയുടെ വഫാത്തിന് ശേഷം വഹി ഇറങ്ങിയോ എന്ന് ആലോചിച്ചു പോകുമാറ് ആ ആയത്ത് നമ്മൾ മറന്നിരുന്നു. പക്ഷെ വളരെ അവസരോചിതമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് പാരായണം ചെയ്യുമ്പോഴാണ് ഇത്രയും ഗംഭീരമായ ഒരു ഉത്ബോധനം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ റസൂലിന്റെ മരണത്തിന് ശേഷവും ഇസ്ലാം ഉണ്ടല്ലോ, റസൂല് മരണപ്പെട്ട് കഴിഞ്ഞാലും അള്ളാഹു ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് സമൂഹത്തിന് മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ആരാധിച്ചവർക്ക് അവിടെ അവസാനിപ്പിക്കാം എന്നതുപോലെയാണ് നമ്മളെ ഇനി റസൂലിനെ ആരാധിക്കുക എന്നവർക്ക് അവിടെ അവസാനിപ്പിക്കാം എന്നതുപോലെയാണ് റമളാനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റമളാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി മടങ്ങാം. ഇതാ നമ്മുടെ ഒരു തിയറി. റസൂലിന് ശേഷം എന്ത് ഇസ്ലാം എന്ന് ചിന്തിച്ച അതേ സമൂഹത്തിന്റെ മാനസികാവസ്ഥയിലാണ് റമളാന് ശേഷം എന്ത് നന്മ, എന്ത് പുണ്യം, എന്ത് കർമ്മങ്ങൾ എന്നൊരു മനോഭാവത്തോടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് പടിയിറക്കങ്ങൾ, എത്ര പെട്ടെന്നാണ് നമ്മൾ നന്മകൾ മറന്നുപോയത്, എത്ര പെട്ടെന്നാണ് നമ്മുടെ പള്ളികൾ ശൂന്യമായത്. വളരെ വേഗതയിൽ പള്ളികൾ ശൂന്യമായിരിക്കുന്നു. സുന്നത്ത് നമസ്കാരക്കാരെ കാണാനില്ല, ഖുർആൻ ഓതുന്നവരെ കാണാനില്ല. പള്ളികൾ പഴയതുപോലെ
അരസഫും 1.5 സഫുമായിട്ട് ജമാഅത്തുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് യാതൊരു ഓഹരിയുമില്ല. ബാങ്കുകൾ പിന്നെയും മുഴങ്ങി. ഈ ബാങ്ക് നമ്മളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതുപോലെ നമ്മൾ നടന്നകന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റത് ബാങ്ക് വിളിക്ക് കാതോർക്കാണ്. ലോഹറായോ, ആ ലോഹറായെന്ന് വേറെ പള്ളിയിലേക്ക്, അസറായോ ഏകം പള്ളിയിലേക്ക്, അങ്ങനെ ഓരോ വക്തുകളും ആയോ എന്ന് അന്വേഷിക്കുകയും അതിനുവേണ്ടി കാത് കുറിപ്പിക്കുകയും എന്നിട്ട് വേഗം മസ്ജിദിലേക്ക് വരികയും സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്തായി ഫർദ് നമസ്കരിച്ച് ശേഷവും സുന്നത്ത്, പിന്നെയും അല്പം ഖുർആൻ പാരായണം, അല്പസമയം പള്ളിയിൽ വിശ്രമം, അങ്ങനെ കഴിഞ്ഞുപോയ വിശ്വാസികളെല്ലാം കൂടി ആവേശത്തോടെ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് പറ്റിയിട്ടുമില്ല. മുഹമ്മദ് നബി ആരാധിച്ചവർ അവസാനിപ്പിക്കുന്നിടത്ത് റമദാനെ ആദരിച്ചവർ ഈ വിശ്വാസവും കഅമാലുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. റമദാന് വേണ്ടിയുള്ളതല്ലോ, റമദാൻ മാത്രമുള്ളതല്ലോ റബ്ബിനെ ആരാധിക്കേണ്ട മാസം റമദാൻ മാസം മാത്രമാണെന്ന് നമ്മൾ എവിടെ പഠിച്ചത്? ഒരു വേള പൊതുവിൽ നമ്മൾ തടയപ്പെട്ടവരാകുമ്പോൾ ചില കാര്യങ്ങൾ അരുത് എന്ന് നമ്മളോട് പറയുകയും പിന്നീട് അനുവദിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശമുണ്ടാകും, സ്വാഭാവികമാണ്. അരുത് എന്നൊരു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് അടുക്കാൻ ഒരു ആവശ്യമുണ്ടാകും. 30 ദിവസങ്ങൾ നമുക്ക് പകൽ ആഹാരം അനുവദിച്ചിരുന്നില്ല. ഈ 30 പകലുകൾ നമുക്ക് ശാരീരികമായി ഭാര്യ ഭർത്തൃ ബന്ധം അനുവദിച്ചിരുന്നില്ല. നമുക്ക് ഇഷ്ടത്തിന് പാനീയം കുടിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അനുവാദം ഈ പെരുന്നാളിലൂടെ നമുക്ക് അനുവദിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായും ദുനിയാവിലേക്ക് ഒരു മോഹവും ഒരു എടുത്തുചാട്ടവും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും ആ സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായ റമദാൻ നമുക്ക് കടന്നുപോയത്. ഇവരെടുത്ത് നമ്മൾ ആവേശപ്പുറത്ത് റമദാൻ കഴിഞ്ഞ് തുറന്നു വിട്ടപ്പോൾ സ്കൂൾ വിടുന്ന ഒരു അവസ്ഥയാണ്. ഈ സ്കൂളിനോട് വെറുപ്പുണ്ടായിട്ടില്ല. സ്കൂളിലേക്ക് പോകാൻ മക്കൾക്ക് ആഗ്രഹമാണ് കാലത്തൊക്കെ. കാരണം കൂട്ടുകാരവിടെയുണ്ട്, കളിക്കാം, ചിരിക്കാം, പാഠങ്ങൾ പഠിക്കാം. രസകരമായ അവസ്ഥയാണെന്ന് സ്കൂൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പോകാൻ വലിയ സന്തോഷമാണ്. എന്നാൽ സ്കൂൾ ബെല്ലടിക്കുമ്പോ ആ ബെല്ലടിക്കുന്ന കുട്ടികളെല്ലാം ഇറങ്ങി ഓടാൻ ഒരു ധൃതിയാണ്. എങ്ങോട്ടാ പോകുന്ന? വീട്ടിലേക്കാ. കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ എന്നാലും തടഞ്ഞു വെക്കുന്ന വൈകുന്നേരം 3:30 വരെങ്കിൽ കോമ്പൗണ്ടിന് പുറത്തു പോകാൻ അനുവാദമില്ലാത്തിടത്ത് അത് അനുവദിച്ച് കിട്ടുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ, ആ ഓട്ടമാണ് കാണുന്നത്. ശരി, ആയിക്കോട്ടെ, കുറച്ച് ദിവസം നമ്മൾ ഓടി നിന്നു. റമദാൻ കഴിഞ്ഞ് നമ്മൾ ദുനിയാവിന്റെ പിറകെ പോയി, പള്ളികളൊക്കെ മാറി, ആരാധനകളും അച്ചടക്കങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഇനി ഒന്ന് ഇരുന്ന് ചിന്തിക്കാമല്ലോ, എത്ര നല്ല ദിവസങ്ങളാണ് റമദാനിൽ കടന്നുപോയത്. നമ്മൾ ഓരോ വാക്ക് പറയുമ്പോൾ പോലും ആലോചിച്ചിരുന്നു. ഓരോ വാക്ക് പറയുമ്പോഴും വേണ്ട, റമദാനല്ലേ, നോമ്പല്ലേ എന്ന് ഈഗബത്ത് വേണ്ട, അവരെ കുറിച്ചുള്ള ചർച്ചകൾ വേണ്ട, എന്തിന് പരദൂഷണങ്ങൾ, എന്ത് നേഷണങ്ങൾ വേണ്ട, നമുക്ക് എന്തെങ്കിലും നല്ലത് പറയാം എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു റമദാൻ മാസത്തിൽ. റമദാൻ മാസത്തിൽ വഴക്കടിക്കാനും നമ്മൾ എന്ത് ചെയ്യുക, തമ്മിൽ തല്ലാനും തർക്കിക്കാനും നിന്നിട്ടില്ല. എന്തുകൊണ്ട്? റമദാൻ അല്ലേ എന്ന് ആ ഒരു പൊതുബോധം നമുക്കുണ്ടായിരുന്നു എല്ലാ മനുഷ്യ മനസ്സുകളിലും. ആ ബോധം നിലനിർത്താൻ വേണ്ടി റമദാൻ വന്ന സത്യത്തിൽ 11 മാസത്തെ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. 11 മാസം, റമദാന് ശേഷമുള്ള 11 മാസങ്ങൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ ഒരു പ്രാക്ടീസ് നൽകാൻ വേണ്ടിയാണ് റമദാൻ കടന്നു വന്നത്. മനുഷ്യൻ അച്ചടക്കമുള്ള ഒരു പൗരനായി വാർക്കാൻ, ദൈവഭക്തനാക്കി മാറ്റാൻ, ഉള്ളും പുറവും ശുദ്ധിയാക്കാൻ. ഒരു മനുഷ്യന്റെ ഉള്ളും പുറവും, അതാ തഖ്വ എന്നുള്ളത്. അവനൊരു ആത്മീയ വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഒരു മനുഷ്യനിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് റമദാൻ മാസം കടന്നു വന്നതും നോമ്പ് നിർബന്ധമാക്കിയതും. ആ നോമ്പിലൂടെ 30 നാളുകൾ പിന്നിട്ട് പോയ വിശ്വാസി ആർജിച്ചെടുത്ത ഒരു ആത്മശുദ്ധിയുണ്ട്, അവൻ ആർജിച്ചെടുക്കുന്ന ഒരു സ്വഭാവശുദ്ധിയുണ്ട്. അടുത്ത 11 മാസം കൊണ്ടുപോകേണ്ടതാണത്. അല്ലാതെ റമദാൻ പടിയിറങ്ങുന്നിടത്ത് വലിച്ചെറിഞ്ഞിട്ട് ദുനിയാവിന്റെ പിറകെ ഓടാനുള്ളതല്ല. ശരിക്ക് സത്യത്തിൽ നമ്മൾ ഇത് ബാഹ്യമായിട്ട് ഒഴുക്കിനൊപ്പം നമ്മളൊരു ബഹളം കൂട്ടി കാഴ്ചവെച്ചു എന്നതിനപ്പുറത്തേക്ക് നെഞ്ചിന്റെ അകത്തേക്ക് ഈ ആരാധനകൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ആഗ്രഹിപ്പിച്ചിട്ടില്ല ആ ജീവിതം. ഈ റമദാനിലെ ജീവിതം എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല? അത്ര മനോഹരമായ ജീവിതമാണ്. നമ്മൾ നോക്കുകൾ പോലും നിയന്ത്രിച്ചു. കണ്ണുകൾ നിയന്ത്രിക്കണം. നമ്മൾ മോശമായതൊന്നും കാണണ്ട, റമദാൻ അല്ലേ എന്ന്. അതെന്തുകൊണ്ട് റമദാൻ ശേഷം തുടരാൻ കഴിയുന്നില്ല? നമുക്കതിന്റെ ഹലാവത്ത് മനസ്സിലായിട്ടില്ല. ഒരു ഭക്ഷണം നമ്മൾക്ക് ആദ്യമായി പരിചയപ്പെടുന്ന ഭക്ഷണം നമ്മൾ എടുത്ത മുമ്പിൽ ചെയ്ത ഐറ്റം ഏതാണ്? ഇതിനൊരു പേര് പറഞ്ഞു, ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് നോക്കട്ടെ. നമ്മളത് ആർത്തിയോടെ കഴിക്കാൻ നിൽക്കില്ല. നമുക്ക് പരിചിതമില്ല, കാഴ്ചയിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. ആ ഭക്ഷണം നമ്മൾ മെല്ലെ ഒരു അല്പം എടുത്ത് ചുണ്ടിലേക്ക് വെക്കും, നാവിലേക്ക് വെച്ച് രുചി നോക്കും. രുചി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കഴിക്കും, രുചിയില്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കും. ഒന്നിന്റെ രുചി അറിയണം. റമദാന്റെ ജീവിതമല്ല, അതിലൂടെ നമ്മൾക്കുണ്ടായ ഈമാനികമായ ഒരു ഹലാബത്തിന്റെ രുചി അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് ഇനിയും കഴിക്കാൻ നമ്മൾ കൊതിക്കുമായിരുന്നു. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ നമുക്കിതിന് രുചി മനസ്സിലായിട്ടില്ല, കാരണം നമ്മൾ ഈമാൻ ശരിയായിട്ടില്ല.